ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ ഭദ്രദീപം ഇവിടെ കൊടുക്കുന്നു. നടനശ്രീ ആർ യോഗ സാറിന്റെ ഹൈദരാബാദിൽ കീർത്തനമിൽ കാളചന്ദ്രൻ അപ്പോൾ ഗൈസ് ഇന്ന് മാമൻ്റെ അരങ്ങേറ്റാണ് പിള്ളേരുടെ. അപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം എന്തായാലും ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാഗാക്കുന്നില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ. അയ്യോ പൊന്നമ്മ സൂപ്രണ്ട് വന്നു. വിളിച്ചിട്ട് മകള് പൊന്നമ്മ എത്തി. ഇന്ന് ശരിയാക്കി കൊടുക്കല്ലേ ഇവിടെ? ഇല്ല അവള് തന്നെ സന്തോഷമായില്ലേ? എന്താ ഇട്ടോട്ട് വന്നിരിക്കുന്ന ചൂടത്ത്? അല്ലേ ഇനിയിപ്പോ സെൽഫി എടുക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ അതാണ് തീർത്ത ഗജോൾ മിന്നാന്ന് വിളിക്കും. അവളുടെ അരങ്ങേറ്റത്തിന് പ്രധാനം അവളുടെ അച്ഛൻ വായിക്കുന്നു, അവൾ കളിക്കുന്നു. അടുത്ത ദിവസം पापा आने के बाद दे दो देना അറിയത്തില്ല. അവർക്ക് ഹിന്ദി അറിയത്തില്ല. തെലുങ്ക് അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയില്ല. പുനർവി ഇവിടുന്ന് പോകുകയാണ്. കുട്ടി ഈ നാട്ടുകാരിയല്ല. എവിടെയാ ഉള്ള നാട്? ആന്ധ്രക്കാരിയാണ്. പരങ്ങേറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും. ഹൈദരാബാദ് ഓടി കൊച്ചോടി. വിജയവാഡ വിജയവാഡമേ ഹിന്ദി അവന്റെ കാര്യമില്ല. വെച്ചിട്ട് മലയാളത്തിൽ ആർമിക്കാരെന്ന് പറഞ്ഞു കുറച്ച് ഹിന്ദി അറിയാം. തെലുങ്ക് ಗೊತ್ತಿಲ್ಲ. പക്ഷേ മലയാളം അറിയാം. ഇല്ല ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷിലെ സിറ്റിനരമണ്ടി അല്ലേ? ആക്കുന്നല്ലോ, ആക്കുന്നതാണോ? കൊള്ളിയിലൊക്കെ ഉള്ളിലും തന്നെ പറഞ്ഞു നല്ല സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പൊന്നമ്മ സിനിമാറ്റിക് ഡാൻസ് ഫസ്റ്റ് ടൈം കാണുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഞ്ചി ഇട്ടോ. സാമ്പാർ കുറച്ച് തുമ്മണി എല്ലാം കൂടെ പാടാ. ക്യൂട്ട്നെസ് ആണോടി? ആ അഞ്ചലായി. ഇപ്പൊ ജയിക്കും അഞ്ചലാവും. ജയിച്ചോ? അപ്പൊ അഞ്ചലായി. ശരി. എവിടെ? സെന്റ് മേരീസിലാണോ? ഓ സ്കെച്ചാ. ഇതാണ് അൾത്താ സ്റ്റിക്ക്, അൾത്താ പെൻ. നഹത്തേല് ആയിട്ടോ. അകത്ത് വട്ടം വരയ്ക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. വട്ടം വരയ്ക്കുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഗായ്സ് അൽത്ത സ്റ്റിക്ക് വാങ്ങിച്ച് യൂസാക്കുന്ന ആക്ച്വലി നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പടരത്തൊന്നും ഇല്ല. കാരണം ഈ അരങ്ങേറ്റത്തിനും കോമ്പറ്റീഷനൊക്കെ ഇങ്ങനെ പടർന്ന് കുറേ പേരുടെ ഇങ്ങനെ പടർന്നൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ അൽത്ത സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ മറ്റേതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. പക്ഷേ ഇത് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കണം. ചോറും പായസവും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ ഞാൻ ഒരുമാതിരി കട്ടായി ട്രിപ്പായിപ്പോയി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ പിള്ളേരെല്ലാം റെഡിയായി, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു ഫോട്ടോയും മറ്റേ ദക്ഷിണയൊക്കെ കൊടുക്കുന്നത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആവും. സത്യം പറഞ്ഞാൽ അത് തന്നെ നല്ലത്. അപ്പോൾ ഒരു ബഹളം ഇല്ലാണ്ട് ധൃതി ഉണ്ടാവും. കാരണം നമുക്ക് കറക്റ്റ് 7:45 പരിപാടി. അപ്പം നമുക്ക് അതിന് മുന്നേ അവിടെ എത്തണം. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു ബഹളം ധൃതി ഉണ്ടാവും. പിന്നെ അരങ്ങേറ്റ സമയമാകുമ്പോൾ നോർമലി ആ ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ നേരത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക, നേരത്തെ തീർക്കാൻ നോക്കുക. ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാവരും റെഡിയായി നിൽക്കുന്നു. ഈവൻ പിള്ളേർ പോലും സാരിയൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുന്നു. പിന്നെ ഞാനിങ്ങനെ ഇനി കുളിക്കണ്ടേ, അമ്പലത്തിൽ പോകണം, ഉറങ്ങുകയും ചെയ്ത്. ഫസ്റ്റ് തന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി. മീൻസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അമ്മയുടെ വീട്ടിൽ. അവിടെ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം അരങ്ങേറ്റം കഴിഞ്ഞ പിള്ളേരും കളിക്കുന്നുണ്ട്. പിന്നെ മാമൻ്റെ സൂപ്പർ സീനിയേഴ്സ് ഉണ്ട്, അവരും കളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ ഡാൻസ് ഉണ്ട്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ മറ്റേ ആന്ധ്രക്കാര്. ഇപ്പം ഇടാനാ പറഞ്ഞിടേ, ആര് പറഞ്ഞു? പക്ഷെ ഇടാത്തേ ഭംഗി. അങ്ങനെ എല്ലാവരും റെഡിയായി നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് ഗൈസ്. ഇതാണ് മരുത്തോറട്ട് അമ്പലം. ഇവിടെ വെച്ചാണ് ഇത്തവണ അരങ്ങേറ്റം നടത്തുന്നത്. ഇതാണ് മാമൻ്റെ സീനിയർ കുട്ടികൾ. സീനിയർ എന്ന് പറഞ്ഞാൽ കുറേ സീനിയേഴ്സ് ഉണ്ട്. ഇവരാണ് ഡാൻസ് കളിക്കുന്നത്. ഇതാണ് അരങ്ങേറ്റ പിള്ളേർ. മൊത്തം 12 പേരുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഒരുങ്ങിയില്ല. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച കുഴപ്പമില്ല. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് എനിക്ക് പട്ടുസാരി കൊടുക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആയിഷയുടെ നിക്കായിൻ്റെ തലേ ദിവസം ഉടുക്കാൻ വേണ്ടിയിട്ടൊരു സാരി വാങ്ങിച്ചായിരുന്നു. ആ സാരിയാണ് ഞാൻ ഇട്ടിരുന്ന് വെച്ചത്. ആക്ച്വലി ആ സാരിക്ക് എനിക്ക് കുറേ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. കുറേ പേര് നല്ലതാന്ന് പറഞ്ഞ്. അപ്പോഴേ സന്തോഷമായി. ഇതാണ് മാമൻ്റെ ഗുരു, ലതാ ഗോപിനാഥ് എന്നാണ് പേര്. അപ്പം ടീച്ചറാണ്. നമുക്ക് തിരിയെല്ലാം കത്തിച്ച് ടീച്ചറിൻ്റെ ഹസ്ബൻഡും ഡാൻസറാണ് ഗോപിനാഥ് സാറ്. രണ്ടുപേരും ഡാൻസേഴ്സാണ്. അപ്പം മാമൻ്റെ ഗുരുവാണ്. മാമനെ കുഞ്ഞിലെ തൊട്ട് ഡാൻസ് പഠിപ്പിച്ചത് ലത ടീച്ചറാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഓഡിയൻസ് ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ വിചാരിച്ചതിനേക്കാളും, ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും ഓഡിയൻസ് ഉണ്ടാവുമെന്ന്. പക്ഷേ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അരങ്ങേറ്റ പിള്ളേരുടെ തന്നെ ഫാമിലിയും കസിൻസൊക്കെ വരുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യമായിട്ട് അവർ അരങ്ങേറുമല്ലേ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ആൾക്കാർ വരും. അങ്ങനെ മരത്തോട്ടത്തമ്പലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ അപ്പൂപ്പനും എല്ലാ വർഷവും അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മുടങ്ങാണ്ട് പോകുന്നൊരു അമ്പലം. ഹൈദരാബാദിൽ കീർത്തനമേതിൽ ബാലചന്ദ്രൻ വീര ദമ്പതികളുടെ മകൾ ലക്ഷ്മി പുനർവി. പാരൻസ് എല്ലാവരും ഇന്ന് സ്റ്റേജിന്റെ ബാക്കിലോട്ട് വരേണ്ടതാണ്. അരങ്ങേറ്റം കുറിച്ച് അത്താഴശീലയിൽ കടന്നു വരികയാണ്. അവിടെ നിൽക്കുന്നവരൊന്നും ഒതുങ്ങി കൊടുക്കണേ. അത്താഴശീലയിലേക്ക്
ഗൈസ് അപ്പം ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. കാരണം ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത ക്രൗഡ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് സൈഡിൽ നിന്ന് എടുത്തത്. അങ്ങനെ പിന്നെ ലാലമ്മ നമുക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു ഗൈസ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിച്ച 2 കഴിച്ചല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. നന്നായിട്ടുണ്ട്. സുന്ദരായിട്ടുണ്ട് എന്നെ കാണാൻ. അതെന്താ ഇത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ മോരും ചോറും കറിയും ബീഫും അങ്ങനെ എല്ലാം വിഭവങ്ങളും ഉണ്ടായിരുന്നു. വിഭവങ്ങളും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇരുന്നു, അതുകൊണ്ട് നമുക്ക് ബീഫൊന്നും കിട്ടിയില്ല ഗൈസ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുമാതിരി കോലം കിട്ടും ഗൈസ്. ഇതായിരുന്നു ഞാനെടുത്ത സാരി, കാണാൻ പറ്റും ഗൈസ്. റൂം മൊത്തം കോളായിട്ട് കിടക്കാം. ഇതാണ് ഞാൻ കൊടുത്ത സാരി, നമുക്ക് ഭംഗിയില്ലേ? അപ്പോൾ പരിപാടിയെല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഡാൻസ് എല്ലാം കഴിഞ്ഞു. ഇറ്റ് വാസ് സോ നൈസ് ഗൈസ്. ഈ മുടിയൊക്കെ അകത്തായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാം അളിഞ്ഞ് താഴെ വന്നതാണ്. നോക്ക് ഞാൻ ഇട്ടത് കാണാൻ പറ്റുന്നില്ല. മാട്ടിയുള്ള കമ്മല. എവിടെ എൻ്റെ മാട്ടി? നോക്ക്, ഇതാണ് ഞാൻ ഇട്ട കമ്മൽ. ഇപ്പം സത്യം പറഞ്ഞല്ല ഫ്രണ്ടിലോട്ട് ആയതാണ്. ആക്ച്വലി ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലായിരുന്നു മുടിയൊക്കെ. ഇങ്ങനെ ഇടയിലാണ് കിടന്നത്. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നെ കാണിക്കാനേ മറന്നു. ഇങ്ങനെ കിടന്നു സത്യം പറഞ്ഞ. പക്ഷെ ഇപ്പം എല്ലാം സത്യം പറഞ്ഞ ചൂടെടുത്തിട്ടുണ്ടല്ലോ. നല്ല ചൂടായിരുന്നു ഗൈസ്, നല്ല ചൂടായിരുന്നു. പറഞ്ഞാൽ വിയർക്കായിരുന്നു, വെറുതെ നിന്നിട്ട് വിയർക്കായിരുന്നു. ഇന്ന് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെൻ്റെ കമ്മൽ ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങിച്ച SM സ്ട്രീറ്റിൽ നിന്ന്. ആഴ്ച നിൽക്കാനിടാൻ വേണ്ടി വാങ്ങിച്ചാ. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാമോ ഗൈസ്? ലിങ്ക് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചാ. ഭംഗിയുണ്ടോ? സത്യം പറഞ്ഞ ലോസ്റ്റ്. ഗൈസ്, ഫോസിലിൻ്റെ ഒരു വാച്ചാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് കഴിച്ചത്. ഗായ്സ്, സത്യം പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ അത്ര നന്നായിട്ട് അറിയത്തില്ല. അപ്പം അതിൻ്റെ ആയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു അരങ്ങേറ്റ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ണടയ്ക്കുക. ഇതിനേക്കാളും നമുക്ക് മെച്ചമായിട്ട് ഇനിയും വീഡിയോസ് എടുക്കാം. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു.